ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡ് അടച്ചതിനാൽ ഏറെ യാത്രാ ദുരിതം പേറുകയാണ് പൂക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള യാത്രക്കാർ. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളും തകർന്നു തുടങ്ങി. നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മുക്കട്ട ജംഗ്ഷനിൽ നിന്ന് കരുളായി റോഡ് വഴി വല്ലപ്പുഴ പയ്യമ്പള്ളി ഇയമ്മട റോഡ് വഴി ഡിപ്പോ ഭാഗത്തേക്ക് റോഡിലിറങ്ങി പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോവുകയാണിപ്പോൾ ചെയ്യുന്നത്. മറ്റ് ചെറിയ റോഡുകളുണ്ടെങ്കിലും ഈ റോഡാണ് യാത്രക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇയമ്മടയ്ക്കും പയ്യമ്പള്ളിക്കും ഇടയിലുള്ള പാടത്തിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുകയാണ്. പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല, മഴ ശക്തമാകുന്നതോടെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകരാനുള്ള സാധ്യതയുമുണ്ട്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സൈഡ് കൊടുക്കുമ്പോഴും രാത്രികാലങ്ങളിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. ഈ ഭാഗത്ത് ആവശ്യമായ മുന്നറിയിപ്പുകളും ഒന്നും തന്നെയില്ല. ഇതുവഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടയാള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡ് തിരിച്ചുവിടുന്ന ഭാഗത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടും ലിങ്ക് റോഡുകളിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി, ജില്ലാ കളക്ടർ, നിലമ്പൂർ ജോയിന്റ് RTO, നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. റെയിൽവേ ഗേറ്റിനടുത്തും സമീപ പ്രദേശങ്ങളായ സ്ഥലങ്ങളിലേക്കുമാണ് ബസ്സുകളിൽ യാത്രക്കാർ അധികവും യാത്ര ചെയ്യുന്നത്. ഇതിനുവേണ്ടി ലിങ്ക് റോഡുകൾ ഉപയോഗിക്കാമെന്നിരിക്കെ ഒരു വാഹനത്തിന് പോകാൻ കഴിയുന്ന വീതി കുറഞ്ഞ റോഡിൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ രണ്ടു ഭാഗത്തേക്കും നിയന്ത്രണമില്ലാതെ പോകുന്നതിനാൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ബസ്സുകൾ സമയത്തിന് പോകാൻ കഴിയാതെ ട്രിപ്പുകൾ മുടക്കേണ്ടതായ അവസ്ഥയുമാണ്. ഈ റൂട്ടിൽ 40ഓളം ബസ്സുകൾ 100-ലധികം സർവീസ് നടത്തുന്നുണ്ട്. കൂറ്റമ്പാറയിൽ നിന്ന് ഇടതുഭാഗം തിരിഞ്ഞ് രാമൻകുത്ത് വഴി റെയിൽവേ ഭാഗത്തേക്കുള്ള റോഡും പൊളിഞ്ഞു തകർന്നു തുടങ്ങി. റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുവാൻ 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് റെയിൽവേ അധികൃതർ തന്നെ പറയുന്നത്. ഇത്രയും കാലം പൂക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള യാത്രക്കാർ ദുരിതം അനുഭവിക്കേണ്ടി വരും. ദീർഘവീക്ഷണത്തോടെ അധികൃതർ ഇടപെടാത്തതിന്റെ പരിണിത ഫലമായി ഇതിനെ വ്യാഖ്യാനിക്കാം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.